നമസ്കാരം. എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ്, ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ യാതൊരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പിന്നെ അവർ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതിലുപരി ഓണറേറിയമായിട്ടും ശമ്പളമായിട്ടും ചെല്ലും ചെലവും എല്ലാം ജനത്തിന് നികുതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മളെ എതിർത്ത് നമ്മൾ വോട്ട് ചെയ്ത ആൾ പോലും ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധിയാണ്. അങ്ങനെ അദ്ദേഹം നമ്മുടെ ജനപ്രതിനിധിയാണ് എങ്കിൽ ആ ഒരു വിശ്വാസം നമുക്ക് വേണമെങ്കിൽ അദ്ദേഹം വീണ്ടും എതിർചേരിയിൽ നിന്നുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുകയോ നമ്മൾ വിശ്വസിക്കുന്ന തത്വശാസ്ത്രങ്ങളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ കുറ്റപ്പെടുത്തുന്നത് ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൂടാതെ എന്ത് അഴിമതി കാണിച്ചാലും പാർട്ടി കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ ഇത്തരം ആൾക്കാർക്കുണ്ട്. കോൺഗ്രസ്സുകാർക്കായാലും കമ്മ്യൂണിസ്റ്റുകാർക്കായാലും ബി ജെ പിക്കാർക്കുമായിട്ടുണ്ട്. ഇവർ അധികാരത്തിലിരുന്നു കൊണ്ട് എതിർത്ത് വന്ന് യോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ ആരെ എതിർത്താണ് സംസാരിക്കുന്നത്? നമ്മളെ എതിർത്താണ് സംസാരിക്കുന്നത്, അല്ലേ? അയാൾക്കെതിരെ വോട്ട് ചെയ്തവരെ എതിർക്കുകയാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെട്ടു പോയി. കാരണം എതിർത്തവൻ്റെ കൂടി ജനപ്രതിനിധിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? അടുത്ത ഇലക്ഷൻ വരുന്നവരെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള സത്യം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. മന്ത്രിസഭകൾ മൊത്തം അവിടെയാണ്. നമ്മുടെ എം എൽ എമാർ, നമ്മുടെ പ്രതിപക്ഷ എം എൽ എമാർ, ഭരണപക്ഷ എം എൽ എമാർ എല്ലാം അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. അവൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാതെ അവിടെ പോയി രാഷ്ട്രീയം പറയാനാണ് ഇവർ അവസരം വിനിയോഗിക്കുന്നത്. ആരുടെ പണം കൊണ്ട്? അവരെ എതിർത്തവരുടെ നികുതിയിൽ പണം കൊണ്ട് പോലും മേടിക്കുന്ന ശമ്പളം കൊണ്ടാണ് ഇവരവിടെ പോയി അത് ചെയ്യുന്നത്. അത് ശരിയായൊരു നടപടിയാണോ എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്ത് നടപടി സ്വീകരിക്കും എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിഷയം അറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്, ഒരാളെ നമ്മൾ എലക്ട് ചെയ്യുന്ന, അയാൾ നമ്മൾ വോട്ട് ചോദിക്കുന്നത് അടുത്ത 5 വർഷത്തേക്കാണ്. ഈ 5 വർഷത്തേക്ക് വോട്ട് ചോദിച്ച് മേടിക്കുന്ന ഒരാൾ അടുത്ത 5 വർഷവും ആരായിരിക്കണം? നമ്മുടെ ജനപ്രതിനിധി ആയിരിക്കണം. അഥവാ അയാൾ ഇടയ്ക്ക് വെച്ച് പാർട്ടി മാറുകയോ അല്ലെങ്കിൽ അയാൾ രാജിവെക്കുകയോ ചെയ്താൽ ആ അടുത്ത തെരഞ്ഞെടുപ്പിന് വരുന്ന ചെലവ് അയാൾ കെട്ടിവെക്കണം എന്നൊരു വ്യവസ്ഥ കൂടി കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് ബാധകമാക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഈ ആവശ്യം അവർ പരിഗണിക്കുകയോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ തള്ളിക്കളയുമെന്ന് എനിക്കറിയാം. പക്ഷേ പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്ന എനിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച് കിലയിൽ നിന്ന് പഠിപ്പിച്ച് പുറത്തേക്ക് വിട്ടതും ഞങ്ങൾ ഈ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലും പ്രസംഗിച്ച് നടന്നതും പഞ്ചായത്ത് തോറും പഠിപ്പിച്ചതും രാഷ്ട്രീയ ഇച്ഛയില്ലാത്ത ഗാന്ധി സ്വപ്നം കണ്ട ഒരു ഗ്രാമസ്വരാജ് ആയിരുന്നു. അതിനുവേണ്ടിയാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അന്ന് ഓരോ യോഗങ്ങളിലും ഞങ്ങൾ പറഞ്ഞിരുന്നു, ആ ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി 73-74 ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഗാന്ധിജിയുടെ സ്വപ്നം സഫലമാക്കാനാണെന്ന്. പക്ഷേ പിന്നെ കാണുന്നത് ഗാന്ധിജിയുടെ സ്വപ്നമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്നവൻ്റെ സ്വപ്നമാണ് എല്ലായിടത്തും പ്രാവർത്തികമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് രാജിവെക്കുന്ന എന്തിനാണ്? നമ്മൾ 5 വർഷത്തേക്ക് വിശ്വസിച്ചേൽപ്പിച്ചില്ലേ അയാളെ. കൂടുതൽ വോട്ട് കിട്ടിയാൽ, ഒരു 35% കൂടുതൽ വോട്ട് കിട്ടിയാൽ ജയിക്കുന്നു, അത് സ്വാഭാവികമാണ്. പിന്നെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരാൾ മത്സരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്, എലക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് സ്വതന്ത്രനായിട്ട് മത്സരിക്കും, ജയിച്ചു കഴിയുമ്പോൾ മറ്റേതെങ്കിലും ചേരിയിൽ പോകുന്നു. ഇതൊക്കെ ഒഴിവാക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. ഇതൊരു ചിലപ്പം ഇന്ന് നമ്മൾ തൊടുത്തുവിടുന്ന ഒരു കാര്യം ഭാവിയിൽ വലിയൊരു വടവൃക്ഷമായി വളർന്ന് അത് പടർന്നു പന്തലിച്ച് ഒന്നായി ചേരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ സമൂഹത്തിന് ഇനി ആവശ്യമുള്ളത്. ഒരാളും നമ്മളാൽ നമ്മൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ, അയാൾ നമ്മുടെ എതിർചേരിയിലുള്ള ആളെ ജയിച്ചാൽ പോലും അയാൾ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരു കാലത്തും അടുത്ത ഇലക്ഷൻ വരെ നടത്താൻ പാടില്ല. കാരണം മന്ത്രിമാരായാലും എം എൽ എമാരായാലും അവൻ്റെ ഓഫീസിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതൊന്നും ചുമ്മാതല്ലല്ലോ. കൂലി കൊടുത്ത്, ചെലവും കൊടുത്ത്, വണ്ടിക്കൂലിയും കൊടുത്ത്, ഉണ്ണാനും ഉറങ്ങാനും കൊടുത്ത്, സെക്യൂരിറ്റിയും കൊടുത്ത് നമ്മൾ വിടുമ്പം എന്ത് ചെയ്യണം? ഒരു ജഡ്ജിയെ പോലെ ആയിരിക്കണം ജനപ്രതിനിധി. ജഡ്ജ് എന്ത് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കണം. സത്യത്തിൻ്റെ കൂടെ നിൽക്കണം, സമൂഹത്തിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെയുള്ളൊരു ഇന്ത്യ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വീണ്ടും വീണ്ടും അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. നന്ദി, നമസ്കാരം.